അങ്ങനെ സെക്കൻഡ് ഡേ ഓഫ് സലാല തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കുറേ ദൂരം എങ്ങോട്ടൊക്കെയോ ഡ്രൈവ് ചെയ്ത് അച്ഛൻ ഏതൊക്കെയോ സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ ദ വ്യൂ വാസ് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ക്യാമറ സ്കിൽസ് അത്ര പോരാത്തതുകൊണ്ട് നിങ്ങൾക്കത് അത്ര വിസിബിൾ ആവുന്നില്ല. പിന്നെ നമ്മളവിടെ വലിയ ആൾക്കാരെന്നുള്ള സെറ്റപ്പിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ കുറേ കോക്കനട്ട് വാട്ടർ കുടിച്ചു. അങ്ങനെ ഞാൻ കുറേ പോസ് ചെയ്ത് എൻ്റെ ഇടയിൽ അമ്പട് വന്ന് ഞാൻ ഭീകരനായുള്ള സെറ്റപ്പിൽ അവനിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുമായിരുന്നു. എന്നെ കുറേ കളിയാക്കി, ദുബായ്ക്കാരി അമ്മായി എന്നൊക്കെ വിളിച്ച് എന്നെ കുറേ കളിയാക്കി. അങ്ങനെ അവിടുത്തെ സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി. നല്ല യമ്മി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരുന്നു. അയ്യോ എന്ത് ടേസ്റ്റി ഫുഡാണെന്നറിയോ. അങ്ങനെ അമ്മയുടെ ഭാഗം കുറച്ച് ഷോ പരിപാടി നടത്തി. പിന്നെ നമ്മുടെ താരത്തിൻ്റെ ഷോ വരുന്നു. എൻ്റെ ഫോട്ടോ എടുക്കൂ, എൻ്റെ തല, എൻ്റെ മുഖം മാത്രം എടുക്കൂ എന്ന് പറഞ്ഞ് നടന്ന് എന്നെ കളിയാക്കി സ്വന്തം ചെയ്ത് തുടങ്ങി. പിന്നെ അമ്പടും. പിന്നെ ഇത് ക്ലോക്ക് ടവർ ആയിരുന്നു. സൂപ്പർ പ്ലേസ് ആയിരുന്നു. നല്ല രസമുള്ള ഡ്രൈവായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്ലേസ് വിസിറ്റ് പോയി തുടങ്ങി. നമുക്ക് ലിമിറ്റഡ് ടൈം ഉള്ളത് കൊണ്ട് എല്ലായിടത്തും കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തു. അച്ഛന് അറിയണ സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ ഓൾമോസ്റ്റ് എത്തിക്കാൻ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ഭയങ്കര ക്ഷീണം കാര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലം എത്താൻ പറ്റുള്ളൂ. വാവ് മാൻ, ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്ത് രസമുള്ള ബീച്ചാണെന്നറിയോ. എത്ര നല്ല വേവ്സാണ് വരുന്നത്. ഇത് രസമാണെന്നറിയോ. അതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതൊരു കേവ്സ് ആണ് ഇവിടെ. ഇറ്റ്സ് സോ നൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ കയറി തുടങ്ങി. വ്യൂവിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. സോ 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 ബ്യൂട്ടിഫുൾ വ്യൂ. സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് കാം പ്ലേസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കളർ ചേഞ്ചസ് വാട്ടറിൻ്റെ എന്ത് രസമാണ്. ഇറ്റ് ജസ്റ്റ് ഫ്ലാഷസ് ടു യുവർ ഫേസ്. ഇതിൻ്റെ ഉള്ളിൽ കുടഞ്ഞ് വെള്ളം വരെ. ഇറ്റ്സ് ലൈക്ക് a magic something happening there. എന്ത് രസമാണല്ലോ. ഓ മൈ ഗോഡ്, നമ്മൾ പേടിച്ചു ഫസ്റ്റ് കണ്ടപ്പോൾ. അമ്പട് ശരിക്കും പേടിച്ചു. എന്നിട്ട് ഈ വേവ്സൊക്കെ വന്ന് കല്ലുമ്മക്കായൊക്കെ കുറേ കണ്ടു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ കാണുന്നത്. ഇങ്ങനെ ബേബി ക്യാമലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഹാഫ് ഓഫ് ദ റോഡ് നല്ലൊരു സ്ഥലം വിസിറ്റ് ചെയ്തു. ദർബാറോ അങ്ങനെ എന്തോ ആണ് പേര്. ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ നമ്മളെല്ലായിടത്തും കോസ്റ്റൊക്കെ ചോദിച്ച് എന്നിട്ട് ബോട്ടിങ് ചെയ്ത് നല്ല രസമായിരുന്നു ബോട്ടിങ്ങൊക്കെ. എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തപ്പോൾ നമ്മൾ ബോട്ടിങ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് അച്ഛനമ്മയുടെയും കൂടെ ബോട്ടിങ്ങൊക്കെ ചെയ്യണം. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വാട്ടർ വാസ് സോ ക്ലീൻ. കുറേ കുഞ്ഞു മീനിനൊക്കെ കണ്ട് ഇൻ ബിറ്റ്വീൻ ദ മൗണ്ടൻസ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി നമ്മൾ ഹോഴ്സ് റൈഡൊക്കെ ചെയ്തു. നമ്മളിതിന് അഗെയിൻസ്റ്റാണ്. ബട്ട് സ്റ്റിൽ നമ്മോട് വാശി പിടിച്ചു എന്ത് ചെയ്യാനാ. എന്നിട്ട് അവനത് ചെയ്തു. അത് കഴിഞ്ഞ് റോട്ടിൽ വെച്ച് നമ്മൾ ക്യാമലിനെ ഫീഡ് ചെയ്യാനൊക്കെ നിന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ കോക്കനട്ട് വാട്ടർ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് അവിടെ ഇടയ്ക്ക് മിഡിൽ ഓഫ് ദ റോഡ് കുറേ സൈഡ്സിൽ ഇങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള പ്ലേസസ് ഉണ്ട് കേട്ടോ. റിട്ടേണിങ് ഹോം അമ്പടും ഉറങ്ങിപ്പോയി. പാവം അച്ഛനും അമ്മാമ്മയാണ് അവൻ്റെ പിന്നാലെ. പിന്നെ അവൻ എനിക്ക് നമ്മൾ മൂന്നാളും കൂടി കളിക്കാൻ കിടന്നു. നല്ല രസമായിരുന്നു. അമ്പടും അമ്മാമ്മ മോൻ, അമ്പടും അമ്മമ്മ മൂന്ന് പറഞ്ഞ് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അച്ഛനും അമ്മമ്മയും അവരവരുടെ റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി.